Ashtamudiwellness പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അഷ്ടമുടിവെൽനസിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നീതു എന്നാണ്. നീതു ഇന്നൊരു ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പാണ്. ഒരു പിങ്ക് കളർ സാരി, കോമ്പിനേഷൻ ഓഫ് ആൻറ്റിക് ആൻഡ് ടെമ്പിൾ ജ്വല്ലറി ആൻഡ് ഒരു നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ മേക്കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ മേക്കപ്പിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ഓരോ പ്രോഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മേക്കപ്പ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ മേക്കപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ പോലും കമൻറ്റ് ചെയ്യുക. മേക്കപ്പ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോകളിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 11 ഇയേഴ്സായിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ ഉള്ള നോളജ് ഞങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല മോസ്റ്റ്ലി നമ്മൾ അടുത്ത മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മേക്കപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓരോരുത്തർക്കും വളരെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ ആയിരിക്കും, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങളിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നീതുവിൻ്റെ മേക്കപ്പ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കമൻസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ഹായ്, ഇന്നത്തെ നമ്മുടെ ബ്രൈഡാണ് നീതു. നീതുവിൻ്റെ വെഡ്ഡിങ് ഡേ ആണിന്ന്. നീതു ഇപ്പോൾ ഓർണമെൻറ്റ്സ് സാരി എടുത്ത് നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആക്ച്വലി ഇത് ഭീമ ബൊട്ടീക്കിൽ നിന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? ബൊട്ടീക്കിൻ്റെ ആൻറ്റി കളക്ഷൻസുമാണ്. മാലയും വളയും എല്ലാം നല്ല ഭംഗിയുണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. നീതുവിന് മേക്കപ്പ് എങ്ങനെ വേണം നീതു? നാച്ചുറൽ ലുക്കിൽ കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട്. ഓക്കെ, നീതുവിന് മേക്കപ്പ് കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ ലുക്കായിരിക്കണം. നാച്ചുറൽ ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫൗണ്ടേഷൻ, അതായത് നീതുവിൻ്റെ ഈ സെയിം ടോണിൽ തന്നെ നിർത്തണം. കൂടുതൽ അതായത് കളർ കൂട്ടണ്ട. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നോർമലി ഏതാണ് യൂസ് ചെയ്യുന്നത്? ലിപ്സ്റ്റിക്ക് ഏത് കളറാണ് നോർമലി? ന്യൂഡ് ഷെയ്ഡ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമുക്കൊരു ന്യൂഡ് ഷെയ്ഡ് വേണ്ട, എന്നാലും കുറച്ചൊരു എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റെഡ് ടോണിലോട്ട് പോകുന്നില്ല, എന്നാലും ഒരു പിങ്കിഷ് ആ ഒരു ടോണിലേക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാമേ. ഞാൻ നീതുവിൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്കിന്നാണ്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു ഓയിലിന്നോ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നെന്നോ പറയാൻ പറ്റത്തില്ല. ഒരു നോർമൽ ടൈപ്പ് സ്കിന്നാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ആദ്യമേ സ്കിൻ പ്രോപ്പറായിട്ട് പ്രിപ്പറേഷനാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർ പ്രിപ്പറേഷൻ, അതായത് നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാനൊരു വാട്ടർ ക്ലെൻസിങ് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ണടച്ചോണം. ഇത് ആക്ച്വലി പ്രിപ്പ് ആൻഡ് പ്രൈം എന്ന് പറഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇത്തിരി നല്ല പ്രോഡക്റ്റാണ്. ഒരു ജസ്റ്റ് ഒന്ന് സ്കിൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. കണ്ണടച്ച് വെച്ചാണ്. സ്കിൻ മോയ്സ്ചറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിൻ ഫൗണ്ടേഷനാണ്. സ്കിൻ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ നീതുവിൻ്റെ ഈ സ്കിൻ ടോണിന് പറ്റുന്ന അതേ ടൈപ്പിൽ തന്നെയുള്ള ഒരു ഫൗണ്ടേഷനാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് കൺസീലിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ഓറഞ്ച് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടറൈയും ചെറുതായിട്ട് ഒരു ഓറഞ്ച് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അണ്ടറൈ ഡാർക്ക് സർക്കിൾസ് ചെറുതായിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു സെയിം ടോണിൽ തന്നെയുള്ള ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുക.
നല്ല മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ഇന്നലത്തെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതിനെ ആ ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫിക്സിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ NC40 എന്ന് പറയുന്ന ഒരു ഫിക്സിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നേരെ നോക്കി ഇപ്പോൾ സ്കിൻ ഏകദേശം ഒരു ഈവൻ ടോണിലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ പിഗ്മെൻറ്റേഷൻ പോലെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിനെ ഒരു ഈവൻ ടോണിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യുന്നത്. ഐബ്രോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് PACയുടെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൗഡർ പാലറ്റാണത്. നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വരും ഐബ്രോ ചെയ്യാനായിട്ട്. ജെൽ ഫോമിലുള്ളത് വരും, പൗഡർ ടൈപ്പിലുള്ളത് വരും. ഇപ്പോൾ ഐബ്രോ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അത് നാച്ചുറൽ ലുക്കിൽ തന്നെ നിലനിർത്താൻ നോക്കണം. ഇപ്പോൾ നീതുവിൻ്റെ ഐബ്രോസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ല മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്കാൻഡി ആയിട്ടുള്ള ഒരു ഐബ്രോസാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നു. അല്ലാതെ ഐബ്രോ അങ്ങ് വരച്ച ഒരു ഫീലിംഗ് അല്ല. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമ്മളതിന് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തു. അതിന് ഷേപ്പ് കറക്റ്റാക്കി എടുത്തു. നമ്മളിതിപ്പോൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ മേക്കപ്പിൽ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുന്ന ഐ പ്രൈമറാണ്. ഇത് പെയിൻ പോട്ട് എന്ന് പറഞ്ഞാൽ മാക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഐ മേക്കപ്പ് നന്നായി സ്റ്റേ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഐ ഷാഡോസിൻ്റെ ആ കളേഴ്സ് നമുക്ക് പ്രോപ്പർ കളർ, അതേ കളർ നമുക്ക് എന്താണോ അതിൻ്റെ ഉള്ളത് അതിൻ്റെ പ്രോപ്പർ വൈബ്രേഷനിൽ നമുക്ക് കളർ കിട്ടും. ഈ ഐ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡെപ്തിൽ കിട്ടും. നെക്സ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ല പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഏകദേശം നമ്മൾക്കൊരു ബ്രൈഡിന് ചെയ്യാനുള്ള എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് എടുക്കുന്ന ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ദെൻ ഒരു ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഗോൾഡ്, ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമ്മളിപ്പം ലൈനറാണ് യൂസ് ചെയ്യുന്നത്. മേബിലിൻ്റെ ജെൽ ലൈനറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നമ്മൾ പടരുന്ന ഒരു ടൈപ്പൊന്നും അല്ല, നന്നായി സ്റ്റേ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് മേബിലിൻ്റെ ജെൽ ഐലൈനർ.
കണ്ണടച്ച് വെച്ചോണേ. ശരി ശരി. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു മിഡിൽ പാർട്ടീഷനാണ് ഇപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിച്ചുകൊണ്ടിരുന്നു. ആണോ? സെറ്റ് സാരിയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ ഇത് ബ്ലൗസൊക്കെ ചേച്ചേ? സോ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിരിക്കുകയാണ്. നീതുവിൻ്റെ ഒരു ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് കംപ്ലീറ്റ് ലുക്കിലാണ് ഇപ്പോൾ നീതു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇതുപോലെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് എന്തെങ്കിലും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ എന്തായാലും ഓണസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.